RSSന്റെ കണിയിൽ പോയി വീഴൂ എന്നുള്ളത്. ആരാണ് RSSന്റെ കണിയിൽ പോയി വീഴുന്നതെന്ന് പിണറായി വിജയനും അയാളുടെ 4 മന്ത്രിമാരും കൂടി കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ പോയി പ്രഖ്യാപിച്ചതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ശരീരത്തിലേക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായ വെറുപ്പ്, ലവ് ജിഹാദിന്റെ ഹോട്ടലിൽ വിഷം കൊടുത്താണ് ന്യൂനപക്ഷക്കാർ ഭക്ഷണം വിൽക്കുന്നത് എന്നുള്ളത് പറയുന്നവർക്ക് കൈമുത്താൻ പോകുന്ന മന്ത്രിമാർ ബിഷപ്പിന്റെ വ്യാപാരികൾക്ക് പട്ടും വളയും വീരാളിപ്പട്ടും നൽകുന്ന ചടങ്ങുകളിൽ പോയി അവർക്ക് സ്തുതി പാടുന്ന മുഖ്യമന്ത്രി അവരാണ് പറയുന്നത് ഈ ആശമാരുടെ സമരം RSSന്റെ കുത്തിത്തിരിപ്പാണെന്ന്. ലജ്ജയില്ല എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ലജ്ജയില്ല, ലജ്ജയില്ല, ലജ്ജയില്ല എന്ന്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സമരത്തിന്റെ ശബ്ദം കൂടിക്കൂടി വരികയും ഭരിക്കുന്നവരുടെ ചുവടുകൾ കൂടുതൽ അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. വരാനിരിക്കുന്ന ദിവസങ്ങളും ഇതിൽ നിന്നും അധികമൊന്നും വ്യത്യസ്തമാകില്ലെങ്കിലും ജനങ്ങളുടെ സമരത്തിൻ്റെയും ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെയും അവരുടെ കലാപങ്ങളുടെയും മുന്നിൽ കണ്ണുകളും ചെവികളും അടഞ്ഞു പോകുന്ന ഭരണാധികാരികളെ അവിടെ നിന്നും പിടിച്ചിറക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് ഏത് സമരവും വളരുമെന്നുള്ള ഭയം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദേശീയ CPM-ന്റെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്ത ശ്രീ MA ബേബി പറഞ്ഞത് ഇത് വിമോചന സമരമാണ് എന്നൊരു ഭയം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത്. അത് നല്ലതാണ്. അന്ധഭയം ഇരിക്കട്ടും എന്ന് പറഞ്ഞ പോലെ വിമോചന സമരം എന്ന് പറയുന്നത്, വിമോചനം എന്ന് പറയുന്നതാണ് നേരത്തെ ഇവിടെ സംസാരിച്ചവർ പറഞ്ഞ പോലെ ഈ വിമോചനത്തിന് വേണ്ടിയിട്ടാണ്. അത് തൊഴിലാളികളുടെ വിമോചനമാണ്, സ്ത്രീകളുടെ വിമോചനമാണ്, പണിയെടുക്കുന്നവരുടെ വിമോചനമാണ്, അടിച്ചമർത്തപ്പെടുന്നവരുടെയും ചൂഷിതരുടെയും വിമോചനമാണ്. ആ വിമോചന വേണ്ടിയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ രാഷ്ട്രീയവും ശബ്ദവുമാണ് നിങ്ങളുടെ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ. അത് കഴിഞ്ഞ് നിങ്ങൾ പിളർന്നു പോകുന്നപ്പോൾ അതിന്റെ ബ്രാക്കറ്റിലിട്ട മാർക്സിസ്റ്റ് എന്ന് പറയുന്നതിന്റെ, മാർക്സിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഈ വിമോചന രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രം കൂടി അടങ്ങുന്ന രാഷ്ട്രീയ ബോധത്തിന്റെ പിൻബലത്തിലാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നൂറുകണക്കിനായ സ്ത്രീകൾ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് മിനിമം കൂലി കിട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു വിമോചന സമരമാണെന്ന് CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറിക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിൽ അതൊരു വിമോചന സമരമാണ് എന്നുകൂടി പറയുന്നതിനാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ സമരത്തെക്കുറിച്ച് ആക്ഷേപിക്കുന്നതിന് പണിയെടുക്കുന്ന മനുഷ്യർ തങ്ങൾക്ക് മിനിമം കൂലി കിട്ടണമെന്നും ആ മിനിമം കൂലി തരുമെന്ന് നിങ്ങളുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ടെന്നും പണിയെടുക്കുന്നവരെ നിങ്ങൾ സ്കീം വർക്കേഴ്സ് ആയിട്ടും നാഷണൽ സ്കീം വർക്കേഴ്സ് ആയിട്ടും സംസ്ഥാനത്തിന്റെ തൊഴിലാളികളായിട്ടും വിഭജിക്കുന്ന സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്നാണ് നിങ്ങളുടെ മാർക്സിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അത് എഴുതിയുണ്ടാക്കിയ മനുഷ്യർ പറഞ്ഞത്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുന്നുവെന്ന MA ബേബിയും പിണറായി വിജയനും സഭാവ് വീണ ജോർജും ഒക്കെ നമ്മളോട് പറയുന്നത് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ. പക്ഷെ അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, നാഷണൽ സ്കീം വർക്കേഴ്സിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയം എന്നുള്ളതിനെ എങ്ങനെയാണ് അവസരവാദപരമായി ഉപയോഗിക്കുക എന്നുള്ളതും ദുരധികാരത്തിന്റെ എല്ലും കഷ്ണങ്ങൾ കടിച്ചു വലിക്കുന്ന ഒരു പരിപാടി മാത്രമായിട്ട് ഭരണത്തെയും അധികാരത്തെയും മാറ്റുക എന്നുള്ളതും കേരളത്തിന്റെ മുന്നിൽ നാൾക്കുള്ള നാൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ 2ാം ഊഴത്തിൽ അതൊന്നുകൂടി ഉറക്കെ പറയുന്ന ഒരു ദുരധികാരിയുടെ മുന്നിൽ കൂടിയാണ് ഈ സമരം എന്നുള്ളത്. ഈ സമരത്തെ തളർത്തുകയല്ല, അതിന്റെ വീര്യവും വീറും കൂട്ടുകയാണ് എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. മറ്റൊന്നുകൂടി ഇവിടെ ആദ്യം പറഞ്ഞു ഡോക്ടർ ഖദീജ മുംതാസ് ഇവിടെ പറഞ്ഞു, ഈ ഇതിനെ കുറിച്ചൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ RSSന്റെ കെണിയിൽ പോയി വീഴല്ലോ എന്ന്. ബുദ്ധിയൊക്കെ തങ്ങൾക്ക് മാത്രമാണെന്നും ബാക്കിയുള്ളവരൊക്കെ നിഷ്കളങ്കരായ ആട്ടിൻകുട്ടികളാണെന്നും ധരിക്കുന്നതുകൊണ്ടാണത്. രാഷ്ട്രീയമായ ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ഈ രാജ്യത്തെ മതഫാഷിസത്തിനെതിരായും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായും നിരന്തരം എഴുതുകയും പറയുകയും തെരുവിലിറങ്ങുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ. അവരെ നിങ്ങൾ പറയുന്നത് RSSന്റെ കെണിയിൽ പോയി വീഴുന്നതെന്നാണ്. RSSന്റെ കണിയിൽ പോയി വീഴുന്നത് എന്താ? സംഘപരിവാറിന്റെ ഫാഷിസ്റ്റ് രാഷ്ട്രീയം. അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു രാഷ്ട്രീയം മാത്രമല്ല, അതൊരു സമൂഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിലേക്ക് വെറുപ്പിന്റെയും മതവിദ്വേഷത്തിന്റെയും വിത്തുകളും വിഷവും പടർത്തിയിറക്കുന്ന കുത്തിവെക്കുന്ന രാഷ്ട്രീയം കൂടിയാണ്. ആ രാഷ്ട്രീയത്തിന് വളം വെക്കുന്നത് ആരാ? ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞേയുള്ളൂ അതിന്റെ കെട്ടുകാഴ്ചയൊന്ന് ചേർത്തലയിൽ, അല്ലെ? മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്, എന്റെ തൊട്ടപ്പുറത്താ. മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ആ ജില്ലയിൽ ഹിന്ദുക്കൾക്ക് സ്വതന്ത്രമായി ശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ കള്ളിയൊപ്പം കള്ളവും വെറുപ്പും വിദ്വേഷവും രാഷ്ട്രീയ അവസരവാദവും ഒരുപോലെ വിൽക്കുന്ന ഒരു അധമ വ്യാപാരിയായ വെള്ളാപ്പള്ളി നടേശന്റെ തീന്മേശയ്ക്ക് അത്താഴത്തിൽ
എല്ലും കഷ്ണം കടിച്ചു വലിച്ച് മജ്ജയൂറ്റി വലിച്ചുകൊണ്ട് അയാൾക്ക് നൽകുന്ന ആദരവ് വേദിയിൽ പോയിരുന്നുകൊണ്ട് ചെറുതായി ഒന്ന് സൂക്ഷിക്കേണ്ട അമ്പാനെ, ഇങ്ങനെയൊന്നും പറയണ്ട, ഒന്ന് പതുക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് കുമാരനാശാനെ കവിഞ്ഞു നിൽക്കുന്ന SNDP നേതാവായി SNDPക്കാർക്ക് അഭിമാനം നൽകി കേരളത്തിന്റെ മുത്താണ് അദ്ദേഹം, താരമാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് പട്ടും വളയും നൽകി പോകുന്ന പിണറായി വിജയന്റെ പാർട്ടിക്കാരാണ് പറയുന്നത് നിങ്ങൾ RSSന്റെ കണിയിൽ പോയി വീഴൂ എന്നുള്ളത്. ആരാണ് RSSന്റെ കണിയിൽ പോയി വീഴുന്നതെന്ന് പിണറായി വിജയനും അയാളുടെ 4 മന്ത്രിമാരും കൂടി കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ പോയി പ്രഖ്യാപിച്ചതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ശരീരത്തിലേക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായ വെറുപ്പ്, ലവ് ജിഹാദിന്റെ ഹോട്ടലിൽ വിഷം കൊടുത്താണ് ന്യൂനപക്ഷക്കാർ ഭക്ഷണം വിൽക്കുന്നത് എന്നുള്ളത് പറയുന്നവർക്ക് കൈമുത്താൻ പോകുന്ന മന്ത്രിമാർ ബിഷപ്പിന്റെ വ്യാപാരികൾക്ക് പട്ടും വളയും വീരാളിപ്പട്ടം നൽകുന്ന ചടങ്ങുകളിൽ പോയി അവർക്ക് സ്തുതി പാടുന്ന മുഖ്യമന്ത്രി അവരാണ് പറയുന്നത് ഈ ആശമാരുടെ സമരം RSSന്റെ കുത്തിത്തിരിപ്പാണെന്ന്. ലജ്ജയില്ല എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ലജ്ജയില്ല, ലജ്ജയില്ല, ലജ്ജയില്ല എന്ന് നിങ്ങൾ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരുടെ അഭിവാദ്യ പ്രസംഗങ്ങൾക്കായിട്ട് ഉണ്ട്, ഞാനതിന് ദീർഘിപ്പിക്കുന്നില്ല. സമരത്തിന്റെ മഴ കൂടിയാണ് നമ്മളെ നനയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാം. സമരത്തിനിടയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആരോഗ്യമന്ത്രി ഒരു സ്പോക്സ് പേഴ്സൺ മാത്രമാണ്. ഓർത്തഡോക്സ് സഭാവ് ശ്രീമതി വീണ ജോർജ് ആണ് നമ്മുടെ ആരോഗ്യമന്ത്രി. സഖാവ് എന്നെല്ലാവരെയും വിളിക്കേണ്ടത്. എനിവേ, ഈ പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. നിരവധിയായ ഒരുപക്ഷെ CPIM ഒക്കെ ഈ വിഭാഗീയതയുടെയും ഗ്രൂപ്പ് വഴക്കിന്റെയും ഒക്കെ കാലങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നതിന് മുമ്പ് ഒരു സാമാന്യമായ ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ടുനടന്നൊരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരാളും അതിൽ പ്രവർത്തിച്ച ഒരാളുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രി പറയുന്നത് ആശമാർ സമരം തുടങ്ങിയപ്പോൾ, ആശാ തൊഴിലാളികൾ സമരം തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, വളരെ കഴിഞ്ഞാണ് അദ്ദേഹം ഒന്ന് വായ തുറന്നത്. അദ്ദേഹം പറഞ്ഞത് സമരമല്ല ഇതിന്റെ വഴിയെന്ന്. സമരമല്ല വഴി പോലും, സമരമാണ് 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 വഴി എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ കേരളം ഉണ്ടാക്കിയത്. നിവർന്നു നിൽക്കാൻ സമരം ചെയ്ത നാടാണ് കേരളം. പാടവരമ്പുകളിൽ നിഴലുകളെ പോലെ നിന്ന മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ ജന്മിത്വം തുലയട്ടെ എന്നും കുടികിടപ്പൊഴിയാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് സമരം ചെയ്താണ് നമ്മൾ നേടിയെടുത്തത്. അന്ന് നമ്മുടെ കയ്യിൽ ഒരു ചുവന്ന കൊടി ഉണ്ടായിരുന്നു. ആ ചുവന്ന കൊടി വെള്ളാപ്പള്ളി നടേശനും യൂസഫ് അലി മുതലാളിക്കും കൈമാറ്റം ചെയ്താൽ ആ കൊടി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സമരമാണിത്. സമരം ചെയ്താണ് നമ്മൾ ഈ കേരളം ഉണ്ടാക്കിയത്. മിനിമം കൂലിക്ക് സമരം, തൊഴിലാളികൾക്ക് നിവർന്നു നിൽക്കാൻ വേണ്ടി സമരം, തൊഴിലാളികളുടെ വീടുകളുടെ വാതിലുകളിൽ മുട്ടുകേൽക്കാതിരിക്കാനുള്ള സമരം, ജന്മിമാർ അവരെ കുടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള സമരം, മുഷ്ടി ചുരുട്ടാനും നിവർന്നു നിൽക്കാനും കൂലി വാങ്ങാനും തൊഴിൽ സമയം നിജപ്പെടുത്താനും വേണ്ടിയുള്ള സമരം. മെയ് 1 വരാൻ പോകുന്നത്. ലോക തൊഴിലാളി ദിനമാണ് വരാൻ പോകുന്നത്. നിരവധി സഖാക്കൾ തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടി പിടഞ്ഞു വീണ് രക്തം കൊടുത്തു മരിച്ച് ഈ ലോകത്ത് കേരളത്തിലടക്കം നിരവധി സമരങ്ങളുടെ ഭാഗമായി ഈ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും നിരന്തരം പറയുന്ന ഇത് കേരളമാണ്, ഇത് കേരളമാണ് എന്ന് പറയുന്ന ഈ കേരളം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ അടിയിലും നടത്തിയ സമരങ്ങളുടെ ഫലമാണ് ഈ കേരളം. ആ സമരത്തിന്റെ, തൊഴിലാളി സമരങ്ങളുടെയും നവോത്ഥാന സമരങ്ങളുടെയും കേരളത്തിലെ പൊരുതുന്ന ഏറ്റവും വലിയ അധ്യായമാണ് ആശാ തൊഴിലാളികളുടെ സമരം. അതുകൊണ്ടാണ് ഭരണാധികാരികൾ ഇതിനെ ഭയപ്പെടുന്നത്. കേരളത്തിൽ രൂക്ഷമാകുന്ന സാമ്പത്തിക അസന്തുലിതാവസ്ഥയെ ഏറ്റവും അധികമായി പുറത്തു കൊണ്ടുവന്നതാണ് ഈ സമരം. 7000-നും 12,000-നും ഇടയിലാണ് കേരളത്തിൽ പണിയെടുക്കുന്ന സംഘടിത തൊഴിലാളികൾ, അതിൽ ഏറെയും വരുന്ന സ്ത്രീകൾ പണിയെടുക്കുന്നതെന്നും ഇങ്ങനെ പണിയെടുക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ കഴിയാതെ ചെവിട്ടടഞ്ഞു പോയൊരു സർക്കാരിന്റെ ചെവി തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം. ആ സമരം വിജയിക്കുക തന്നെയാണ് ചെയ്യുക. സമരത്തിന്റെ ഡിമാൻഡുകൾ വിജയിക്കുന്നത് വരെ തന്നെയാണ് ഈ സമരം തുടരുക. അതുകൊണ്ട് തന്നെ ഈ കേരളം ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നത് ഇന്നിൽ മാത്രം നിന്നുകൊണ്ടല്ല, കേരളത്തെ ഇങ്ങനെ കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടി അതിന്റെ ചരിത്രത്തിന്റെ നാൾ വഴികളിൽ സമരം ചെയ്ത് പിടഞ്ഞു വീണ് മരിച്ചുപോയ മനുഷ്യർ അവരുടെ കുഴിമാടങ്ങളിൽ നിന്നും മുഷ്ടിയുരുട്ടിയാണ് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഈ സമരത്തിന് എല്ലാവിധ വിജയാഭിവാദ്യങ്ങളും വിപ്ലവാഭിവാദ്യങ്ങളും.